ഇന്ന് സ്നിക്കേഴ്സ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു വന്നതാണ്. ഒരു 3-4 വർഷമായിട്ടുണ്ടാവും സ്നിക്കേഴ്സ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കൽ തുടങ്ങി. എന്താ അറിയില്ല, വിചാരം മാത്രമേ നടക്കണുള്ളൂ, കാര്യം നടക്കുകയില്ല. എന്തായാലും ആ കാര്യത്തിൽ അങ്ങോട്ട് തീരുമാനമായി. സ്നിക്കേഴ്സ് ഞാൻ വീട്ടിലുണ്ടാക്കി. ഇതൊക്കെ വീട്ടിലുണ്ടാക്കിയാൽ നന്നാവോന്ന് എന്റെ മനസ്സിൽ. പക്ഷെ അങ്ങനെ വിചാരിച്ചോണ്ടാന്ന് തോന്നുന്നു നന്നായി. എന്റെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഏതാന്ന് ആരെങ്കിലും ചോദിച്ചാൽ 2 കണ്ണും തുറന്ന് ഞാൻ മറുപടി പറയും, സ്നിക്കേഴ്സ്. പിന്നെ ഒരു കാര്യം, ഇതുണ്ടാക്കാൻ ഈ കടലമണികൾ മാത്രമല്ല വേണ്ടത്, കുറച്ചധികം സാധനമാനങ്ങൾ വേണം. അപ്പൊ നമുക്ക് തുടങ്ങിയല്ലേ. വേഗം പോയി ഒരു പേപ്പറും പെന്നോട് എഴുതിക്കോളി. റോസ്റ്റ് ചെയ്ത് തൊലി കളഞ്ഞിട്ടുള്ള 300 ഗ്രാം നിലക്കടല, അതിനൊരു 200 ഗ്രാം നിലക്കടല ക്രഷ് ചെയ്ത് കണ്ടു വെക്കുക. 150 ഗ്രാം കടല മാറ്റി വെക്കാം. ഇനി ക്രഷ് ചെയ്തിട്ടുള്ള കടലയിലേക്ക് 1 കപ്പ് പൗഡർ ഷുഗർ, 1 കപ്പ് പീനട്ട് ബട്ടർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ ഹണി, 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഇതൊക്കെ ചേർത്ത് നിങ്ങളെ ശക്തി നല്ലോണം ഉപയോഗിച്ചാണ്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യും. ഒരു സ്ക്വയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടിന്നെടുത്ത് അതിലേക്ക് ഇത് ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. ലെവലാക്കിയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പീനട്ടില്ലേ 150 ഗ്രാം, അതും കൂടി മുകളിക്കിട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ചാണ്. ഇനിയാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ബാക്കിയൊക്കെ സിമ്പിളാണ്. കാരമൽ സോസിനായിട്ട് 1 കപ്പ് പഞ്ചസാര നല്ലപോലെ ഒന്ന് കാരമൽ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ. സാര കാരമലായ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കണ്ടാണ് അടുത്ത പരിപാടി. 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 കപ്പ് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ല അതില്ലേ അതന്നെ അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് കയറ്റി കൊടുത്ത് ഒരു മണിക്കൂറോ ഒക്കെ നിങ്ങൾ വെച്ച് കാണ്ട് അങ്ങോട്ട് സെറ്റ് ചെയ്ത് കണ്ട് ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത്ര ക്വാണ്ടിറ്റി വേണ്ടെങ്കിൽ മെഷർമെന്റ്സ് ഒക്കെ ഇതിന്റെ പകുതിയാക്കി ഇട്ടെടുത്താൽ മതി. പിന്നെ വാനില എസൻസ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനിയിപ്പോ എന്താ ഇനിയും ഉണ്ടോ? ഉണ്ട്. ഏതായാലും ഇപ്പൊ ഇത് ഉണ്ടാക്കാൻ നിന്നില്ലേ, കുറച്ചൊക്കെ കഷ്ടപ്പെട്ട്. അപ്പൊ ഇത് ഫുള്ളാക്കുക. ഇനി കാര്യമായിട്ട് ഒന്നുമില്ല. മിൽക്ക് ചോക്ലേറ്റ് ഒരു 350 ഗ്രാം അങ്ങോട്ട് എടുത്ത് ഡബിൾ ബോയിലോ ഞാനിൻ്റെ എളുപ്പപ്പണിക്ക് വേണ്ടി ഓവനിൽ അങ്ങോട്ട് കയറ്റി മെൽറ്റാക്കി എടുത്താൽ മതി. എന്തായാലും ചോക്ലേറ്റ് മെൽറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഒക്കെ കഴിഞ്ഞില്ല, ഒക്കെ പഠിച്ചുങ്ങൾ. ആ ചോക്ലേറ്റിക്ക് ഓരോന്ന് കഷ്ണങ്ങൾ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചില്ലേ, അതങ്ങോട്ട് ഇട്ടുകൊടുത്ത് നല്ലപോലെ അങ്ങോട്ട് കുളിപ്പിച്ച് കണ്ട് കയറ്റുക. വേണമെങ്കിൽ സ്നിക്കേഴ്സിൻ്റെ ഡിസൈനൊക്കെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം. എന്തായാലേ നോക്ക്, കാരമലൊക്കെ വലിഞ്ഞിട്ട് നമ്മൾ സ്നിക്കേഴ്സ് നമ്മൾ ഉണ്ടാക്കിയതാണ്. എനിക്ക് വയ്യ. അപ്പം എങ്ങനെ ലൈക്ക് അടിച്ച് ഫോളോ ആക്കി കൂടെ കൂടെയല്ലേ.